ഒരു ഫുൾ ഗ്ലാം ലുക്ക് ഒരു ബിഗിനറിന് എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാമെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. നമ്മൾ പ്രൈമർ എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഫേസിലൊക്കെ ദേ ഇങ്ങനെ പോഴ്സ് ഉണ്ടാവും, ഇങ്ങനെ കുഴികൾ. അപ്പോൾ അവിടെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് മേക്കപ്പ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പോഴ്സിനകത്ത് ഇറങ്ങി പോഴ്സ് ക്ലോഗ് ആയിട്ട് പിമ്പിൾസ് വരാൻ ചാൻസസ് ഉണ്ട്. അത് മാത്രമല്ല, നമ്മൾ മേക്കപ്പ് ഇടുമ്പോൾ ഒരു സ്മൂത്ത് ആയിട്ട് പോവില്ല, ഭയങ്കര ഈ ഒരു ഗട്ടറി വീണ ഫീൽ ആയിരിക്കും. അപ്പോൾ നമ്മൾ പ്രൈമർ ഫസ്റ്റ് മേക്കപ്പ് ഇടുന്നതിന് മുന്നേ ഇവിടെ പ്രൈമർ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്മൂത്ത് ആയിട്ട് നമുക്ക് മേക്കപ്പ് ഇടാൻ പറ്റും. പിന്നെ ഈ പോഴ്സ് ക്ലോഗ് ആയിട്ട് പിമ്പിൾസ് വരുന്ന പ്രോബ്ലം ഒരു പരിധി വരെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് മേക്കപ്പ് ഒരുപാട് സമയം ലാസ്റ്റ് ചെയ്യണമെങ്കിൽ പ്രൈമർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. സ്കിന്നും മേക്കപ്പും തമ്മിലുള്ള ഒരു ബാരിയർ ആയിട്ട് ഈ ഒരു പ്രൈമർ വർക്ക് ചെയ്യും. ഏതാണ്ട് ഒരു ഗ്ലൂ പോലെ മേക്കപ്പിന് ഫേസിൽ ഇങ്ങനെ പിടിച്ചു നിർത്തും. നെക്സ്റ്റ് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഡാർക്ക് സർക്കിൾസോ ഡാർക്ക് സ്പോട്ട്സോ പിന്നെ ഇതുപോലെ എന്തെങ്കിലും അറൌണ്ട് മൗത്ത് പിഗ്മെന്റേഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിൻ ഷെയ്ഡിനെ കാട്ടിയും ഒരു ഷെയ്ഡ് ഡാർക്കർ ആയിട്ടുള്ള ഒരു കൺസീലർ മേടിക്കുക. എന്നിട്ട് ആ ഒരു കൺസീലർ കൊണ്ട് വേണം ഈ ഡാർക്ക്നെസ് ഒക്കെ കൺസീൽ ചെയ്തെടുക്കാൻ. അതിനുശേഷം മാത്രമേ നിങ്ങളുടെ സെയിം ഷെയ്ഡോ അല്ലെങ്കിൽ വൺ ഷെയ്ഡ് ലൈറ്റർ ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാവൂ. അതിന് മുന്നേ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര ആഷി ആയിട്ടിരിക്കും, ഭയങ്കര വൃത്തിയോടായിരിക്കും മേക്കപ്പ് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഡാർക്ക് സർക്കിൾസും ഡാർക്ക് സ്പോട്ട്സും ഒക്കെ കൺസീൽ ചെയ്ത് എടുത്തതിന് ശേഷം ഇനി നമുക്ക് ഡയറക്റ്റ്ലി ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫൗണ്ടേഷൻ നിങ്ങളുടെ സെയിം ഷെയ്ഡോ അല്ലെങ്കിൽ ഒരു ഷെയ്ഡ് ലൈറ്റർ ആയിട്ടുള്ള ഫൗണ്ടേഷൻ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം, കാരണം നമ്മൾ എല്ലാ ഡാർക്ക്നെസ്സും കൺസീൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പൊ കണ്ടോ, ബേസ് മേക്കപ്പ് നമ്മൾ അത്യാവശ്യം കറക്റ്റായിട്ട് ചെയ്തെടുത്തു. അതായത് പുട്ടിയടിച്ച പോലൊന്നും ആവാണ്ട് ആഷി ആവാണ്ട് അത്യാവശ്യം നമ്മുടെ സ്കിൻ ഷെയ്ഡിന് പറ്റിയ രീതിക്ക് നമ്മൾ ചെയ്തെടുത്തു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്കിതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു കോമ്പാക്ട് പൗഡറോ ഒരു ട്രാൻസ്ലൂസൻ പൗഡറോ എടുക്കാം. ആൻഡ് പൗഡർ എപ്പോഴും അപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ നമ്മൾ ഈ ഒരു ഒന്നെങ്കിൽ നമുക്ക് ബ്രഷിലെടുക്കാം, അല്ലെങ്കിൽ ഈ സ്പഞ്ചിൽ ഇങ്ങനെ എടുത്തിട്ട് ഡയറക്റ്റ്ലി ഫേസിൽ അപ്ലൈ ചെയ്യാണ്ട് നമുക്ക് ഇതിങ്ങനെ നമ്മുടെ കൈൻ്റെ ബാക്കിൽ അപ്ലൈ ചെയ്തിട്ട് അവിടുന്ന് ആവശ്യത്തിന് പ്രോഡക്റ്റ് മാത്രം എടുത്ത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതും ഫുൾ ഫേസ് അപ്ലൈ ചെയ്യേണ്ട, നിങ്ങൾക്ക് ഓയിലി ആകും സെറ്റ് ചെയ്യണം. അതായത് നമ്മൾ കൺസീലൊക്കെ ചെയ്ത പോർഷനിൽ മാത്രം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അത്രയും മതി. ഒരുപാട് അപ്ലൈ ചെയ്താൽ കേക്കി ആയിട്ട് തോന്നും. ഇനി ഞാൻ എൻ്റെ ഐബ്രോസ് അങ്ങ് ഫില്ല് ചെയ്ത് കൊടുക്കുവാണേ. ഐബ്രോസ് ഫില്ല് ചെയ്യുന്ന കുറേ വീഡിയോസ് ഞാൻ എൻ്റെ ചാനൽ ഇട്ടിട്ടുണ്ട്. ഞാൻ ഇവിടെയോ അവിടെയോ എവിടെയാന്ന് വെച്ചാൽ ഞാനത് പിൻ ചെയ്ത് കൊടുക്കാം, അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇനി ഞാൻ ഫേസിൽ ബ്ലഷും ഹൈലൈറ്ററും കോണ്ടോറും അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഹൈലൈറ്റർ വന്നിട്ട് ഈ ഒരു പോർഷനിലായിട്ട് അപ്ലൈ ചെയ്യാം. ബ്ലഷ് നമുക്ക് അതിൻ്റെ താഴെയായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കോണ്ടോറിങ് ഷെയ്ഡ് എടുത്ത് അതിൻ്റെയും താഴെയായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഞാൻ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുവാണേ. ഇങ്ങനെ അപ്വേർഡ് ഡിറക്ഷനിൽ വേണം ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാൻ. ശരിക്കും ആ ഒരു ട്രാൻസിഷൻ നല്ല രസമുണ്ട്. മേളിൽ നമ്മുടെ ഹൈലൈറ്റർ, ബ്ലഷ്, കോണ്ടോർ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. എനിക്കിഷ്ടമാണ് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. സെയിം തന്നെ നമുക്ക് ഈ സൈഡിലും അപ്ലൈ ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഈ ഹൈ പോയിൻറ്റ്സിൽ ഹൈലൈറ്റർ, അതിൻ്റെ താഴെയായിട്ട് ബ്ലഷ്, ദെൻ കോണ്ടോർ. എന്നിട്ട് ആ ഒരു കോണ്ടോറിങ് ഷെയ്ഡ് എടുത്തിട്ട് ഇങ്ങനെ നോസിൻ്റെ ഇവിടെ ആയിട്ട് ലൈറ്റായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണേ. അത് എന്നിട്ട് ബ്രഷ് കൊണ്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. കൈ കൊണ്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താലും മതി ഇതൊക്കെ. പിന്നെ ഇത് ബ്ലെൻഡ് ചെയ്ത് നമ്മുടെ ബ്ലഷൊക്കെ ബ്ലെൻഡ് ചെയ്ത് ആ പോർഷൻ കൊണ്ട് അത് ഇവിടെ ഇങ്ങനെ ഒന്ന് മൊത്തത്തിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഐസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എഴുതിയെടുക്കുക. എനിക്ക് എപ്പോഴും കാജൽ ഇങ്ങനെ ഐലിഡ്സിൽ അപ്ലൈ ചെയ്തിട്ട് അത് സ്മഡ്ജ് ചെയ്ത് എടുക്കുന്ന ഒരു ലുക്കാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ ആ ഒരു ലുക്ക് അങ്ങ് പെട്ടെന്ന് ചെയ്യുക. എന്നിട്ട് കുറേ മസ്കാര കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കും. ആ ഒരു ലുക്കാണ് എനിക്ക് ഐസിന് ഇഷ്ടം. നമ്മൾ എന്ത് സിമ്പിളായിട്ട് ആ ഒരു ഫുൾ ഗ്ലാം ലുക്ക് ചെയ്തെടുത്തേന്ന് നോക്കിയേ. അപ്പോൾ ഈ സിമ്പിൾ സ്റ്റെപ്സ് യൂസ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ബിഗിനർ ആണെങ്കിൽ പോലും കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.